അതിന് മുന്നോടിയായിട്ട് അപ്ലിക്കേഷനിലോട്ട് പോകുന്നതിന് മുന്നേ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ. അതായത് മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അതിന് എത്ര തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ദാറ്റ് ഈസ് സാധാരണ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആണ്. ഫോർ എ ലീനിയർ മോളിക്യൂൾ, നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ is given by 3n minus 6. Non-linear molecules it is given by 3n minus 5. Okay. അതായത് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഇത് പരീക്ഷ ചോദിക്കുന്ന ഒരു മേഖലയാണ്. നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ അതായത് ഒരു മോളിക്യൂളിൽ എത്ര തരത്തിലുള്ള വൈബ്രേഷൻ പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ വൈബ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് IR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈബ്രേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എത്ര തരത്തിലുള്ള വൈബ്രേഷൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണ്. ഈ പൊസിഷൻ ഓക്സിജൻ, 2 കൈയറ്റം ഹൈഡ്രജൻ അല്ലെ. വാട്ടർ മോളിക്യൂൾ ഇതാ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോസിബിൾ ആണ്. റൈറ്റ്. നമ്മൾ ഡാൻസ് ചെയ്യാന്ന് പറയും, മോളിക്യൂൾ ഡാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വൈബ്രേഷൻ, ഇതിനെ നമ്മൾ ബെൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വരാം അല്ലെ, 2 ഹൈഡ്രജൻ ഇങ്ങനെ ആവാം. ഇതിനെ നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ ഒന്ന് ഇങ്ങനെ ആവും, ഒന്ന് ഇങ്ങനെ ഇങ്ങനെ. ഇതിന് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പൊ വാട്ടർ മോളിക്യൂൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിംപ്ലി പറയാൻ പറ്റും, ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ്, അതായത് ബോണ്ട് ചുരുങ്ങുന്നു സിമെട്രിക് ആയിട്ട്, 2 OH ബോണ്ടും ചുരുങ്ങുന്നു, സിമെട്രിക് സ്ട്രെച്ചിങ്. മറ്റത് ഒരു OH ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, മറ്റത് സ്ട്രെച്ച് ചെയ്യുന്നു, ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, മറ്റത് സ്ട്രെച്ച് ചെയ്യുന്നു. ഇത് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, റെഡി. അതുപോലെ തന്നെ 2 OH ബോണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതും ഒരു തരത്തിലുള്ള വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ ഇത്തരം എത്ര വൈബ്രേഷൻസ് അതിനുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. where n is the number of atoms. Okay, number of atoms. Okay, for example, linear molecule carbon monoxide. Okay, carbon monoxide നമുക്കറിയാം n is equal to 3 ആണ്. സോ ലീനിയർ മോളിക്യൂൾ ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. മാറ്റുണ്ട്. നോൺ ലീനിയർ, ലീനിയർ. ഓക്കെ, ദിസ് ഈസ് കറസ്പോണ്ട്സ് ടു നോൺ ലീനിയർ, ദിസ് ഈസ് കറസ്പോണ്ട്സ് ടു ലീനിയർ. ഓക്കെ, ലീനിയർ. ഓക്കെ, non-linear molecule 3n minus 6, linear molecule 3n minus 5. Okay, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് 3 ആണ്. സോ 3 into 3 minus ലീനിയർ മോളിക്യൂൾ ആണ് 5. റൈറ്റ്, ദാറ്റ് ഈസ് 9 minus 5 is equal to 4. റൈറ്റ്, 4 നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് കാർബൺ മോണോക്സൈഡ്. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, 4 നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് ആർക്ക്? കാർബൺ മോണോക്സൈഡ്. What about H2O? H2O is a non-linear molecule. So n is equal to 3 here. Okay, ഇത് non-linear molecule ആണ്. So 3n minus 5 എന്ന് പറയും, സോറി 3n minus 6 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക. റെഡി. So that implies 3 into 3 minus 6, that is 9 minus 6 is equal to 3. അതായത് വാട്ടർ മോളിക്യൂളിന് 3 നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ മോളിക്യൂളിന് 3n minus 6 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് അതിന്റെ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ കിട്ടും. ലീനിയർ മോളിക്യൂളിന് 3n minus 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞതില് കാർബൺ ഡൈ ഓക്സൈഡിന്
ലീനിയർ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് 3n-5 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് we will get 4 normal mode of vibrations. 4 ഡിഫറെന്റ് വൈബ്രേഷൻസ് ഉണ്ട്. H2O നോൺ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് 3n-6 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ you will get 3 normal mode of vibration. ഏതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൈബ്രേഷൻ? ആദ്യം വാട്ടർ മോളിക്യൂൾ നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള നോർമൽ മോഡ് ഓഫ് വൈബ്രേഷന് വാട്ടർ മോളിക്യൂളിന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, H2O ഇക്വേഷൻ നമുക്കറിയാം. 3n നോൺ ലീനിയർ ആയതുകൊണ്ട് 3n-6 ആണ്. ദാറ്റ് ഇംപ്ലൈസ് 3 × 3 - 6 that is equal to 9 - 6. 3 നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലെ, സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. സാധാരണ വൈബ്രേഷനിൽ 2 വിഭാഗമാണ് ഉണ്ടാവുക. വൈബ്രേഷന് സ്ട്രെച്ചിങ്ങും വരാം, ബെൻഡിങ്ങും വരാം. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ചുരുങ്ങുന്നത്, ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബെൻഡിങ്ങും വരാം. ഇങ്ങനെ 2 രീതിയിലാണ് വൈബ്രേഷൻ വരിക. ഓക്കെ, റെഡി. അപ്പൊ വാട്ടർ മോളിക്യൂൾ നമുക്കറിയാം H2O രണ്ടും വി ഷേപ്ഡ് മോളിക്യൂൾ ആണ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള സെൻട്രല് ഓക്സിജന്, രണ്ടറ്റത്തും ഹൈഡ്രജന്. സോ ഇങ്ങനെയുള്ളത് ദാറ്റ് ഈസ് സിമെട്രിക് സ്ട്രെച്ചിങ്. 2 OH ബോണ്ട് ഒരേ സമയം സ്ട്രെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, റെഡി. അപ്പൊ നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇതില് ഇതാ, ഈ ബോണ്ട് ചുരുങ്ങുന്നു, അതുപോലെ ഈ ബോണ്ട് ചുരുങ്ങുന്നു. This is called symmetric stretching. This is called symmetric stretching. അതുപോലെ asymmetric stretching ഉണ്ട് അല്ലെ. ഒരു ബോണ്ട് ചുരുങ്ങുന്നു, മറ്റേ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ. ഓക്കെ, റെഡി. അപ്പൊ അതിങ്ങനെ വരും. ഒരു ബോണ്ട് ചുരുങ്ങുകയാണെങ്കിൽ മറ്റേ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇലോങ്ങേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് കോൾഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. അസിമെട്രിക് സ്ട്രെച്ചിങ്. പിന്നെ വാട്ടർ മോളിക്യൂൾ ഞാൻ പറഞ്ഞ ബെൻഡിങ് ആണ്. റൈറ്റ്, ഇങ്ങനെ ഡാൻസ് ചെയ്യും. അപ്പൊ 3 തരത്തിലുള്ള ഡാൻസുകളാണ് നമ്മളിപ്പോ വാട്ടർ മോളിക്യൂളിന് പറയുന്നത്. അപ്പൊ അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിന് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇതും ഔട്ട് ഓഫ് ദ പ്ലെയിന് ബെൻഡ് ചെയ്യും. അപ്പൊ ഇയാളൊന്ന് ബാക്കോട്ട് പോകും. ഓക്കെ, അല്ലെ, നമുക്ക് ഇൻ ദ പ്ലെയിൻ കാണിക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങനെ മുകളിലോട്ട് ബെൻഡ് ചെയ്യാണ്, ഇയാൾ താഴോട്ടാണ് ബെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ബെൻഡിങ് ആണ്. ഇതാണ് 3 തരത്തിലുള്ള ഡാൻസിങ്. സോ നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ, ഡാൻസിങ് ഓഫ് മോഡ് ഓഫ് ഡാൻസിങ് ഓഫ് വാട്ടർ മോളിക്യൂൾ. യു വിൽ ഗെറ്റ് 3n-6. 3n എന്ന് പറയുന്ന ഇക്വേഷൻ വന്നത് വെച്ചാൽ ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, അതിന് റൊട്ടേഷൻ ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ റൊട്ടേഷനും ട്രാൻസിഷനും മൈനസ് ചെയ്ത് കിട്ടുന്നതിനാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. That give you 3n-6 for non-linear molecule. അപ്പൊ you get 3. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂളിന് ആ 3 ഡാൻസുകൾ അല്ലെ 3 വൈബ്രേഷനുകൾ എങ്ങനെയാണ്? ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ്, അതായത് 2 OH ബോണ്ടും ചുരുങ്ങാ ഇലോങ്ങേറ്റ് ചെയ്യുക സിമെട്രിക് ആയിട്ട്. ഓക്കെ, റൈറ്റ്, ഇങ്ങനെ ഉണ്ടാവും. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് ചുരുങ്ങുന്നതിന് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, അത് ചുരുങ്ങുന്ന സമയത്ത് മറ്റേ ഇലോങ്ങേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള. ഓക്കെ, ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ, ഓക്സിജൻ ഇങ്ങനെ
ഇങ്ങനെ റെഡി. ഇതാണ് ഇതിന്റെ എന്ത് 3 നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെല്ലാം നോക്കൂ. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കണ്ടീഷൻ ഫോർ IR ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തുവാ? IR ആക്റ്റീവ് ആവണമെങ്കിൽ എന്താവണം? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഇതിലെല്ലാത്തിലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇതിലെല്ലാത്തിലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാം IR ആക്റ്റീവ് ആണ്. കാരണം നോൺ ലീനിയർ ആയതുകൊണ്ട് ഇത് ബോണ്ട് പോളാർ ആണ്, ഇത് ബോണ്ട് പോളാർ ആണ്. എല്ലാ മോഡ് ഓഫ് വൈബ്രേഷനും IR ആക്റ്റീവ് ആണ്. അപ്പോ എക്സാമിന് ചോദിക്കുക, how many IR active normal mode of vibration present in water molecule? How many IR active normal mode of vibration present in water molecule? The equation അനുസരിച്ച് you will get 3 mode of vibration. The all mode of vibrations are IR active. എല്ലാ mode of vibrationും IR active ആണ്. അത് IR active എന്ന് പറയാൻ കാരണം you can see change in dipole moment in all the 3 situations. Okay, ready? ഇതാണ് വാട്ടർ മോളിക്യൂളിന്റെ കേസ്. ഓക്കെ, അപ്പൊ അത് വൈബ്രേഷൻ ഒന്നുമില്ല, ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഓർത്തിച്ചാൽ മതി. വാട്ടർ മോളിക്യൂളിന്റെ ഒന്നിത് സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, ഇത് 2 കൈയിന്റെ അറ്റത്തും ഹൈഡ്രജൻ ആണ്. സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, സിമെട്രിക് സ്ട്രെച്ചിങ്. മറ്റേത് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഇങ്ങനെ. ഓക്കെ, റെഡി. പിന്നെ ബെൻഡിങ്. Okay. Ready? Okay. What about normal mode of vibrations for carbon dioxide? അപ്പൊ ഇക്വേഷൻ ഏതാണ് വരിക കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത്? ഇക്വേഷൻ that is 3n minus, it is a linear molecule, 3n minus 5. That implies 3 into 3 minus 6. 3 element ആണ്. അപ്പൊ 3 into 3 minus 5. Okay, that is equal to 9 minus 5 is equal to 4. You will get 4 normal mode of vibration for carbon dioxide. Carbon dioxide 4 normal mode of vibration ആണ്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ലീനിയർ മോളിക്യൂൾ ആണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഒന്ന് you can say it is a symmetric stretching. 2 ബോണ്ടും ഇലോങ്ങേറ്റ് ചെയ്യുന്നതും കംപ്രസ് ചെയ്യുന്നതും ഒരേ റേറ്റിലാണ്. That is called symmetric stretching. That is called symmetric stretching. അടുത്തത് എങ്ങനെ വരും? അടുത്തത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. എങ്ങനെ വരും? C double bond O, C double bond O. ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റത് കംപ്രസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ഇലോങ്ങേഷനും കംപ്രഷനും ഒരേ രീതിയിലാണ്. ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ഒരേ രീതിക്കായിരിക്കും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്ന നേരം മറ്റത് കംപ്രസ് ചെയ്യുക, ഇത് കംപ്രസ് ചെയ്യുന്ന രീതി ഇലോങ്ങേറ്റ് ചെയ്യുക. അപ്പൊ അത് അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്.
അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അസിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. ഇതാണ് രണ്ട് തരത്തിലുള്ള സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബെൻഡിങ് ഉണ്ട്. കാരണം ഇത് ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് രണ്ട് രീതിയിൽ ബെൻഡ് ചെയ്യാം. ഒന്ന് ഇങ്ങനെ, രണ്ട് ഓക്സിജൻ ഇങ്ങനെ വരാം, മറ്റേത് രണ്ട് ഓക്സിജൻ ബാക്കോട്ട് പോകാം. ഓക്കെ, ഇങ്ങനെ. ഇത് ഔട്ട് പ്ലെയിൻ ബെൻഡിങ്ങും മറ്റേത് ഇൻപ്ലെയിൻ ബെൻഡിങ്ങും മറ്റേത് ഔട്ട് പ്ലെയിൻ ബെൻഡിങ്ങും. അങ്ങനെ രണ്ട് രീതിയിൽ ബെൻഡിങ് പോസിബിൾ ആണ്. അപ്പോ അതായത് രണ്ട് ഓക്സിജനും ഇങ്ങനെ പോകുന്ന ബെൻഡിങ്, ദിസ് ഈസ് കോൾഡ് ഇൻപ്ലെയിൻ ബെൻഡിങ്. അതായത് ഇത് ഇങ്ങനെ വരും, രണ്ട് ഓക്സിജൻ ഇങ്ങനെ പ്ലെയിനിലോട്ട് പോകും. ഓക്കെ, രണ്ട് ഓക്സിജൻ പ്ലെയിനിലോട്ട് പോകും. ദാറ്റ് ഈസ് ഇൻപ്ലെയിൻ ബെൻഡിങ്. ഇനി അതല്ലാതെ രണ്ട് ഓക്സിജന് പുറത്തോട്ട് വരും, ഇതിനെ ഔട്ട് പ്ലെയിൻ ബെൻഡിങ് എന്ന് പറയും. അങ്ങനെ യു വിൽ ഗെറ്റ് 4 മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ട് സ്ട്രെച്ചിങ്ങും രണ്ട് ബെൻഡിങ്ങും വരും. ഓക്കെ, ദാറ്റ് ഈസ് സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും, അതുപോലെ തന്നെ ഇൻപ്ലെയിൻ ബെൻഡിങ്ങും ഔട്ട് പ്ലെയിൻ ബെൻഡിങ്ങും. ഇപ്പൊ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, രണ്ട് ഓക്സിജൻ ഒരേ സമയം ചുരുങ്ങുന്നു, ഒരേ സമയം ഇലോങ്ങേറ്റ് ചെയ്യുന്നു. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുങ്ങുന്ന സമയത്ത് മറ്റേത് ഇലോങ്ങേറ്റ് ചെയ്യും, മറ്റേത് ഇലോങ്ങേറ്റ് ചെയ്യുന്നേരം ചുരുങ്ങും. ഓക്കെ, പിന്നെ ഇൻപ്ലെയിൻ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓക്സിജൻ രണ്ടും പുറത്തോട്ട് പോവുക. ഔട്ട് പ്ലെയിൻ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ രണ്ടും ഇങ്ങനെ വരിക. ഓക്കെ, അപ്പൊ ഇനി പരീക്ഷ ചോദ്യം ഉണ്ടാവുക, ഹൗ മെനി IR active normal vibrations for carbon dioxide, അല്ലെങ്കിൽ how many IR inactive normal mode of vibration. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അതിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്, അല്ലെ? ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഈ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാല് ഈ ബോണ്ട് ഒരേ രീതിയിൽ ഇലോങ്ങേറ്റ് ചെയ്യും, ഒരേ രീതിയിൽ കംപ്രസ് ചെയ്യും. That means symmetric stretching is IR inactive. Symmetric stretching is IR inactive. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു ജാം പരീക്ഷ ചോദിച്ചതാണ്. ഇയാൾ മാത്രം IR inactive ആണ്, ബാക്കി എല്ലാവരും IR ആക്റ്റീവ് ആണ്. ഇവര് രണ്ടുപേരും IR ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോ എക്സാമിന് ചോദിക്കുക ഹൗ മെനി IR ഇനാക്റ്റീവ് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ 1, അല്ലെങ്കിൽ വിച്ച് മോഡ് ഓഫ് വൈബ്രേഷൻ ഈസ് IR ഇനാക്റ്റീവ്, അങ്ങനെ ചോദിക്കാം. സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, ഇനി ഹൗ മെനി IR ആക്റ്റീവ് നോർമൽ മോഡ് ഓഫ് വൈബ്രേഷൻ പ്രസന്റ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്? 1, 2, 3. ഓക്കെ, ഏതൊക്കെയാണ്? അസിമെട്രിക് സ്ട്രെച്ചിങ്ങും രണ്ട് ബെൻഡിങ്ങും. ഓക്കെ, രണ്ട് ബെൻഡിങ്ങും, ഇൻപ്ലെയിൻ ബെൻഡിങ്ങും ഔട്ട് പ്ലെയിൻ ബെൻഡിങ്ങും. എന്തുകൊണ്ട് സിമെട്രിക് സ്ട്രെച്ചിങ് IR inactive ആയി? Why? Because during that vibration dipole moment, change in dipole moment is 0. Okay, the change in dipole moment is 0. That's why it is IR inactive. Okay.